നമസ്കാരം പ്രശാന്ത് സാർ. SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ധൃതി പിടിച്ച് ഈ ഒരു റെയ്ഡ് ആവശ്യമുണ്ടോ എന്നാണ് SDPI ചോദിക്കുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? അതിപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് അവർ സംസാരിക്കുമല്ലോ. അവര് പറയുന്നത് അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ യാതൊരു രീതിയിലും ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടോ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പിന്നെ EDക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ലേ അല്ലെങ്കിൽ അധികാരമുള്ളൂ, അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ അവർ അതും പരിശോധിച്ചോളട്ടെ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ED നമുക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ പ്രസിഡന്റിനെ പിടിച്ചതിനകത്തും അല്ലെങ്കിൽ EDയുടെ കണ്ടെത്തലിനകത്തും ഒക്കെ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുള്ള കണ്ടെത്തൽ അല്ല എന്നാണ് നമ്മുടെ നിരീക്ഷണത്തിൽ കൂടി നമ്മൾക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ കൂടി മനസ്സിലാവുന്നത്. അതായത് 2.5 കൊല്ലത്തോളം കഴിഞ്ഞല്ലോ നമ്മൾ ഈ പറയുന്ന PFI എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിട്ട്. എനിക്കും അഖിലയ്ക്കും ലോകത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം PFI ED അല്ലെങ്കിൽ PFI ED അല്ലെ PFI SDPI ഒന്നാണ്. അപ്പൊ എന്തുകൊണ്ട് SDPI അന്ന് നിരോധിച്ചില്ല? അന്ന് ഇവർക്ക് കിട്ടിയപ്പോൾ ഇതുപോലുള്ള രേഖകളെല്ലാം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊന്നും പറയാതെ ഇതുപോലെ സ്വതന്ത്രമായിട്ട് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കുന്നു. അവർ പല തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു. അവ പല പറയുന്നത് പോലെ പല സമരങ്ങളിൽ പങ്കെടുക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്നു. ഇപ്പോൾ ഇവരെ പെട്ടെന്ന് ധൃതി പിടിച്ച് അവർ പറയുന്നത് ശരിയാണെങ്കിൽ അവർക്കൊരു നോട്ടീസ് പോലും കൊടുക്കാതെ അവരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യത്തിലേക്ക് ഉന്നയിക്കാം. പക്ഷെ അതിനകത്ത് ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഇതൊരു വലിയ കെണിയായിരുന്നു. ഒരുപക്ഷെ ബുദ്ധിപരമായ കെണി, അമിത്ഷായുടെ കെണി, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കെണി, അജിത് ഡോവലിന്റെ കെണി, അല്ലെങ്കിൽ ഒരു നീക്കം. ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം SDPIയുടെ ഇവിടെ നിരോധനത്തിനും അല്ലെങ്കിൽ SDPIയുടെ കണ്ടെത്തലിനകത്തും അന്ന് തൊട്ട് SDPI പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇവർ തമ്മിലുള്ള ബന്ധവും ഇവരുടെ നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധവും ഇവരുടെ ഈ പറയുന്നത് പോലെ ഇവരുടെ NGOsനകത്ത് ഫണ്ട് വരുന്നതും അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നു, അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നതും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചില നിബന്ധനകൾ, ചില ഈ സാധ്യതകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കുള്ളത് കൊണ്ട് അതിനകത്ത് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല, ഒരു പ്രസ്ഥാനത്തെ മാത്രം ആദ്യം അങ്ങ് നിരോധിച്ചു പോയാൽ ആ പ്രസ്ഥാനത്തെ നിരോധിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാത്രം പിടിച്ചകത്ത് വയ്ക്കുമ്പോൾ ഇതിനകത്തു നിന്നും നുഴഞ്ഞ് വെളിയിൽ ഇറങ്ങി വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിനും, അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്തതും ഇവർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പല ആൾക്കാർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പം ഇതിനകത്ത് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2024 കഴിഞ്ഞപ്പോൾ BJP കുറെ സീറ്റുകളൊക്കെ കുറഞ്ഞു, BJP ശക്തി ക്ഷയിച്ചു. എന്നാൽ സ്ലീപ്പർ സെല്ലുകൾ അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഭയന്നുകൊണ്ടിരുന്ന ആൾക്കാർ കുഴപ്പമില്ല, നമ്മൾക്ക് വെളിയിൽ ഇറങ്ങിയാൽ പ്രശ്നമില്ല, നമ്മളുടെ ഭാഗവും ഇന്ത്യയിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്തുണച്ചവരും ഇന്ത്യയിലുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് വീണ്ടും ശക്തിയായിട്ട് ഇറങ്ങാമെന്ന് ഇറങ്ങി ഒരുപക്ഷെ അവർ പുതിയതായിട്ട് ഓപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ കലാപത്തിന് വേണ്ടി ഉദ്ദേശിച്ച് വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വഖഫ് ഭേദഗതി നിയമത്തിനകത്ത് ഒരു ഗവൺമെന്റ് ഒരു നിയമത്തിനകത്ത് പാളിച്ച കണ്ട് ആ പാളിച്ച ഈ പറയുന്ന പോലെ ഇവർ ആക്ഷേപം പറയുന്നത് പോലെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കുകയല്ല, മുസ്ലിം സ്വത്ത് പോലും വഖഫിന്റെ കെയർ ഓഫിൽ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി സാധ്യതയുള്ളത് കൊണ്ട്, ക്രിസ്ത്യാനിയുടെ പിടിച്ചു പറിക്കുന്നതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പിടിച്ചു പറിക്കുന്നതിന് സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയിലുടനീളം താമസിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ സ്വത്ത് ഏതൊരവസരത്തിലും യാതൊരു മാന്യതയും ഇല്ലാതെ യാതൊരു ഭരണഘടനാ പരിരക്ഷയും ഇല്ലാതെ ഇന്ത്യൻ നിയമങ്ങളെ വെല്ലുവിളിച്ച് മേടിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു നിയമത്തെ മാറ്റി എഴുതുന്നതിന് ഈ ആൾക്കാരെ മാറ്റി എഴുതുന്നതിന് എതിരെ സമരം ചെയ്യുക. നേരത്തെ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്തതുപോലെ, അതായത് അത് തെറ്റായിരുന്നു, ഇവിടുത്തെ ആൾക്കാരെ പാകിസ്ഥാനിൽ വിടാനാണ്, മുസ്ലിങ്ങളെ ഇവിടുന്ന് ഇറക്കാനാണ് ആ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളുടെ മുസ്ലിങ്ങളെ കൂട്ടി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അതേ രീതിയിൽ
ഒരു കലാപത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കാണ് നമുക്ക് ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകടനവും അല്ലെങ്കിൽ കൂട്ടായ്മയും അവരുടെ പ്രസ്ഥാനവും അവരുടെ ജയിൽ നിറയ്ക്കൽ സമരവും മതമേലധ്യക്ഷന്മാരുടെ ഒരു കൂട്ടായ്മയും കാണിച്ചു തരാം അല്ലെങ്കിൽ ഇത് നടപ്പാക്കത്തില്ല എന്ന് പറയുന്നതിന് ഇതിന്റെ എല്ലാം പുറകിൽ SDP മുഖമാണ് നമ്മൾ കാണുന്നത്. ആ SDP ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളുമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഒരുക്കം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് ഇതുവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന PFIക്കാരന്റെ SDPIക്കാരന്റെ രഹസ്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക ഇടപെടൽ, അവൻ ഈ പറയുന്ന പോലെ തുർക്കി പോലെയും ഈ പറയുന്നത് പോലെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുടെ NGOസിന് ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങൾ ഒക്കെ മനസ്സിലാക്കി അതിനകത്ത് വേണ്ട തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ട് ഒരു ഓപ്പറേഷൻ മൂവ് ചെയ്യുന്നതിന് മുമ്പ് 12 വട്ടം നോട്ടീസ് കൊടുത്ത ഫൈസിയെ വിമാനത്താവളത്തിലേക്ക് ഒരുപക്ഷെ വിദേശത്തേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ വിദേശത്ത് ചെന്നിരുന്ന് ഇത്തരത്തിൽ കലാപം ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ചില ഫണ്ടുകൾ അല്ലെങ്കിൽ അവിടെ ഈ PFI ഇപ്പൊ കണ്ടെത്തിയ പോലെ സ്ഥാപിച്ചിട്ടുള്ള NGOസിനെ കണ്ട് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്, ആ NGOസിനെ ഉപയോഗിച്ച് ഫണ്ട് കൂടുതൽ റേസ് ചെയ്യുന്നതിന്, ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കലാപ അന്തരീക്ഷത്തിന് വേണ്ടി ആൾക്കാരെ ആയുധ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തത്. അതായത് മാർച്ച് 10 പാർലമെന്റിൽ JPC പാസ്സാക്കിയ നിയമ ഭേദഗതിയോടുകൂടി വഖഫ് നിയമ ഭേദഗതി ബിൽ വരുന്നതിനെതിരെ ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അള്ളാഹുവിന്റെ സ്വത്ത്, മുസ്ലിമിന്റെ സ്വത്ത് പിടിച്ചു പറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം, അത് ചെയ്യാൻ സാധ്യതയുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഈ സംവിധാനത്തെ തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു കലാപം അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാധ്യത ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചോർത്താൻ പറ്റുന്ന കാരണങ്ങൾ കണ്ടെത്തിയത്, മറ്റ് ഈ പറയുന്ന 10ഓളം സംസ്ഥാനങ്ങളിലെ ED ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കുന്നത്. അതായത് ആ ഒരു നിരോധനത്തിന് സമയമായി അവർ ഒളിച്ചിരുന്നവർ മൊത്തം വെളിച്ചത്ത് വന്നു. ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ? അതായത് PFIക്കകത്തും SDPIക്കകത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒട്ടുമുക്കാലും ആൾക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാജ്യദ്രോഹ പരിപാടികൾ നിയന്ത്രിക്കുന്നവരെ തിരിച്ചടിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അഖില ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ധൃതി പിടിച്ചല്ല, വളരെ സാവധാനം ആരാണ്, എന്താണ്, എവിടാണ്, എന്തിനാണ് ഇതിനെപ്പറ്റി വളരെ വ്യക്തത വരുത്തി അതിന്റെ പുറകിൽ ആരാണെന്ന് വ്യക്തത വരുത്തി അവരെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ പിടിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ 10-ാം തീയതി തൊട്ട് ഒരു വലിയ കലാപം ഇവിടെ ഉരുത്തിരിക്കാൻ SDPI ആദ്യം ഇറങ്ങും. അതിന്റെ പുറകിൽ ആ കലാപം കത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങും. ആ കലാപത്തിന്റെ മുദ്രാവാക്യം ഇവിടുത്തെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുദ്രാവാക്യമാണ് മുസ്ലിമിന്റെ സ്വത്ത് പിടിച്ചു പറിക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുള്ള ഒരു കലാപത്തിനാണ് ഇവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നത്. അതിന് വേണ്ടിയുള്ള ആദ്യ പടിയായിട്ടുള്ള റാലികളും ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന ലഘുലേഖകളും അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളും ഒക്കെയാണ് നമ്മുടെ മുസ്ലിം മതമേലധ്യക്ഷന്മാരുടെയും SDPI നേതാക്കന്മാരുടെയും ഒരു ഭാഗത്തു നിന്ന് വന്നത്. ജയിൽ നിറയ്ക്കൽ സമരമൊക്കെ ഇതിന്റെ ഈ കലാപത്തിന്റെ മുൻ ആഹ്വാനങ്ങളായിട്ട് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ റെയ്ഡും അറസ്റ്റും ഒക്കെ അനിവാര്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.